بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, ഉസൂൽ സലാസയുടെ മൂന്നാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. യഅലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅലം അർശദക അല്ലാഹു ലിതാഅതിഹി അന്നൽ ഹനീഫിയ്യ മില്ലത ഇബ്രാഹീമ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. യഅലം, നീ അറിയണം. അർശദക അല്ലാഹു ലിതാഅതിഹി, അല്ലാഹു നിന്നെ അവന്റെ താഅത്തിലേക്ക് വഴി നടത്തട്ടെ. എന്താണ് നീ അറിയേണ്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, അല്ലാഹുവിനെ മാത്രം നീ ആരാധിക്കലാണ്. അൻ തഅബുദല്ലാഹ്, അല്ലാഹുവിനെ നീ ആരാധിക്കലാണ്. വഹ്ദഹു, അവനെ മാത്രം. മുഖ്ലിസൻ ലഹുദ്ദീൻ, എല്ലാ ഇബാദത്തുകളും അവനു മാത്രമായിരിക്കണം. ഇഖ്ലാസോടുകൂടെ, റബ്ബിനെ മാത്രം എന്നുള്ള നിയ്യത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല മുഴുവൻ ആളുകളോടും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വഖലഖഹും ലഹ, അതിനു വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചതും. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അല്ലാഹു തആല എല്ലാ ജനങ്ങളോടും പറഞ്ഞിട്ടുമുണ്ട്, കൽപ്പിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളതും എന്നുള്ളതാണ് ഇബ്രാഹിം മില്ലത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് അവർ എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചതും അതുപോലെ ജിന്നുവർഗത്തെ സൃഷ്ടിച്ചതും എനിക്ക് മാത്രം ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഇതാണ് ഇബ്രാഹിമി മില്ലത്ത്, അഥവാ അള്ളാഹുവിന് മാത്രം ആരാധന, എല്ലാ ഇബാദത്തുകളും ഇഖ്ലാസോടുകൂടെ പടച്ചവന് മാത്രമായിരിക്കുക എന്നുള്ളതും അങ്ങനെ വേണമെന്ന് അല്ലാഹു തആല മുഴുവൻ ജനങ്ങളോട് പറഞ്ഞു എന്നും കൽപ്പിച്ചു എന്നും, അതുപോലെ അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ജനങ്ങളെ സൃഷ്ടിച്ചത് എന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യുവഹിദൂൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ പല ആളുകൾക്കും പിഴച്ചു പോയത് ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ളടത്ത് മനസ്സിലാക്കുന്നിടത്തുള്ള പിഴവാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം, യുവഹിദൂൻ എന്നാണ്. വമഅനാ യഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇബാദത്ത് രണ്ട് തരം ഇബാദത്തുകളുണ്ട്. ഒന്ന് ഇബാദത്ത് കൗനിയ എന്ന് പറയും. എന്താണ് ഇബാദത്ത് കൗനിയ എന്ന് പറഞ്ഞാൽ? വഹിയ അൽ ഖുളൂഉ ലി അംരില്ലാഹി തആല അൽ കൗനി, കൗനിയായ നിലയിൽ, അഥവാ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളായ മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്നവരാണ്. ഈ കൗനിയായ ഇബാദത്തിന്റെ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും പെടും, ഒരാളും അതിൽ നിന്ന് പുറത്തു പോവുകയില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ, ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും
അള്ളാഹു റഹ്മാനായ അള്ളാഹുവിന്റെ അടിമയായിട്ട് വരുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞതാണ് ഇബാദത്ത് കൗനിയ. മറ്റൊന്ന് ഇബാദത്ത് ശർഇയ്യയാണ്. ഇബാദത്ത് ശർഇയ്യ എന്ന് പറഞ്ഞാൽ വഹിയ അൽ ഖുദൂഉ ലി അംരില്ലാഹി തആല അശ്ശർഇ. അള്ളാഹുവിന്റെ മതപരമായ കാര്യങ്ങൾക്ക് ജനങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്ക് മാത്രമുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നവർക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുന്നവർക്കു മാത്രമുള്ളതാണ് ഇബാദത്ത് ശർഇയ്യ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ഇബാദത്ത്, രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് ഇബാദത്ത് കൗനിയ, മറ്റൊന്ന് ഇബാദത്ത് ശർഇയ്യ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, വഅഅ്ളമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ്. അള്ളാഹു കൽപ്പിച്ചതിലെ ഏറ്റവും അഅ്ളമായിട്ടുള്ള പുണ്യമായിട്ടുള്ളത് അത് അത്തൗഹീദ്. തൗഹീദാണ് അള്ളാഹു കൽപ്പിച്ചതിലെ ഏറ്റവും പുണ്യമായിട്ടുള്ളത്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, അള്ളാഹുവിനെ മാത്രം തരിപ്പിക്കുക, ബിൽ ഇബാദത്തി, മുഴുവൻ ആരാധനകളെയും. മുഴുവൻ ആരാധനകളും അള്ളാഹുവിനെ മാത്രം തരിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു കൽപ്പിച്ചതിലെ ഏറ്റവും മുഖ്യമായത്. എന്നാൽ അള്ളാഹു തആല വിരോധിച്ചതിലെ ഏറ്റവും മുഖ്യമായതോ വഅഅ്ളമു മാ നഹാ അൻഹു അശ്ശിർക്കു. അള്ളാഹു ശിർക്കാണ് ഏറ്റവും വിരോധിച്ച് വിലക്കിയ കാര്യത്തിലെ ഏറ്റവും വലുത്. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? വഹുവ ദഅവതു ഗൈരിഹി മഅഹു. അള്ളാഹു അല്ലാത്തവരോട്, അള്ളാഹുവിനോട് കൂടെ തന്നെ അള്ളാഹു അല്ലാത്തവരോടും ഇബാദത്ത് എടുക്കുക, പ്രാർത്ഥിക്കുക, ചോദിക്കുക എന്നുള്ളതാണ്. ഇത് ശിർക്കാണ്. ഇത് അള്ളാഹു തആല വിരോധിച്ചതിലെ ഏറ്റവും വലിയ കാര്യമാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനോട് കൂടെ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, ശിർക്ക് ചേർക്കരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഷിർക്ക് വലിയ പാപമാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. വലിയ പാപമാണ് ഷിർക്ക് എന്നുള്ളത്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. ആരെങ്കിലും അള്ളാഹുവിന് ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ, അള്ളാഹുവിന്റെ മേൽ ഇല്ലാത്തത്, വലിയ ഇല്ലാത്തതിനെയാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദ. അള്ളാഹുവിന് ആര് ഷിർക്ക് ചെയ്യുന്നുവോ അവൻ വലിയ വഴികേടിലാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് അള്ളാഹുവിന് ഷിർക്ക് ചെയ്യുന്നുവോ സ്വർഗം അവന് നിഷിദ്ധമാണ്. വമഅ്വാഹുൻ നാർ. നരകമാണ് അവന്റെ അഭയകേന്ദ്രം. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അങ്ങനെയുള്ള അക്രമകാരികൾക്ക് ഒരു സഹായികളെയും കിട്ടുകയില്ല എന്ന് അള്ളാഹു തആല പറയുന്നു. അതുപോലെ അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അവന് ശിർക്ക് ചെയ്യുന്നതിനെ അള്ളാഹു തആല പുറത്തു തരികയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു തആല പറയുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഅ്ളമു ദംബി അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നീ അള്ളാഹുവിനൊരു പകരക്കാരനെ ആക്കലാണ്. വഹുവ ഖലഖക. അള്ളാഹു ആണ് നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ അവന് ഒരു നിദ്ദിനെ, ഒരു പകരക്കാരനെ നീ ആക്കൽ, അത് ഏറ്റവും വലിയ പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടി ശിർക്ക് ചെയ്യാതെ റബ്ബിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ ലഖിയഹു യുശ്രികു ബിഹി ശൈഅൻ. ഷിർക്ക് ചെയ്തുകൊണ്ടാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ദഖലൻ നാർ. അവൻ നരകത്തിൽ കടക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, മമ്മാത
വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. ആരെങ്കിലും മരിച്ചു അവൻ അള്ളാഹുവിന് പുറമെ മറ്റുള്ള വസ്തുക്കളെ ആരാധിക്കുന്നുവെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ മുസന്നിഫ്, നമ്മുടെ പണ്ഡിതൻ കൊണ്ടുവന്ന തെളിവെന്താണ്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് നിങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യരുതേ എന്നാണ് അദ്ദേഹം കൊണ്ടുവന്ന തെളിവ്. അവ ചുരുക്കി പറഞ്ഞാൽ, ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ, ഇബാദത്തിൽ അള്ളാഹുവിനോട് കൂടെ മറ്റുള്ളതിനെ പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്, അവൻ അഹങ്കാരിയാണ്. എന്നാൽ പിന്നെ അതുപോലെ തന്നെ അവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അള്ളാഹുവിനെ മാത്രം ഒരാൾ ഇബാദത്ത് എടുക്കുന്നുവെങ്കിൽ അവൻ മുഖ്ലിസായ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി അടുത്ത് നമ്മളുടെ പണ്ഡിതൻ പറയുക, ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ്, ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മൽ ഉസൂലു സലാസതു അല്ലതി യജിബു അലൽ ഇൻസാനി മഅരിഫത്തുഹാ, മനുഷ്യർക്ക് അറിയൽ നിർബന്ധമുള്ള 3 ഉസൂലുകൾ ഏതാണ് എന്ന് നിന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, ആരെങ്കിലും നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ എന്താണ് പറയേണ്ടത്? ഫഖുൽ, നീ പറഞ്ഞോ, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. ഒന്നാമത്തെ ഉസൂൽ എന്താണ്? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, അടിമ അവന്റെ റബ്ബിനെ അറിയലാണ്. എന്താണ്? ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മൽ ഉസൂലു സലാസതു അല്ലതി യജിബു അലൽ ഇൻസാനി മഅരിഫത്തുഹാ, മനുഷ്യൻ അറിയൽ നിർബന്ധമുള്ള 3 ഉസൂലുകൾ ഏതാണ് എന്ന് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഫഖുൽ, നീ പറഞ്ഞോ, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒന്ന് അടിമ അവന്റെ റബ്ബിനെ അറിയലാണ്, വദീനഹു അവന്റെ മതത്തെ അറിയലാണ്, അതുപോലെ തന്നെ വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അറിയലാണ്. ഇതാണ് 3 അസ്ലുകൾ. ഒന്ന്, അടിമ റബ്ബിനെ അറിയുക, അതുപോലെ അടിമ അവന്റെ ദീനിനെ അറിയുക, അതുപോലെ അടിമ അവന്റെ പ്രവാചകനെ അറിയലാണ്. ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഫഖുൽ, നീ പറഞ്ഞോ, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്. അല്ലദീ, എങ്ങനെയുള്ള റബ്ബ്? റബ്ബാനി, അവനാണ് എന്നെ പരിപാലിക്കുന്നത്. വറബ്ബ ജമീഅൽ ആലമീന, എല്ലാ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പരിപാലിക്കുന്നത് അവനാണ്. ബിനിഅമിഹി, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവനാണ് എന്നെയും ലോകത്തെ മുഴുവനും പരിപാലിക്കുന്നത്. അങ്ങനെയുള്ള റബ്ബായ അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് നീ പറഞ്ഞോ. ഫഇദാ ഖീല ലക മൻ റബ്ബുക, നിന്നോട് ചോദിക്കപ്പെട്ടു ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ, ഫഖുൽ, നീ പറഞ്ഞോ, റബ്ബി അല്ലാഹ് അല്ലദീ റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും അതുപോലെ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ അവന്റെ അനുഗ്രഹത്താൽ എന്ന് നീ പറഞ്ഞോ. വഹുവ മഅബൂദി, അവനാണ് എന്റെ മഅബൂദ്, ഞാൻ ആരാധിക്കുന്നവൻ അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ലൈസ ലീ മഅബൂദുൻ സിവാഹു, ആ റബ്ബല്ലാതെ വേറൊരു മഅബൂദും എനിക്കില്ല. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത്? ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്റെ റബ്ബ് റബ്ബി അല്ലാഹുല്ലദീ റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി വഹുവ മഅബൂദി ലൈസ ലീ മഅബൂദു സിവാ, അവനാണ് എന്റെ മഅബൂദ്, അവനല്ലാതെ മറ്റൊരു മഅബൂദ് എനിക്ക് ഇല്ലേ ഇല്ല. എന്താണ് അതിന്റെ തെളിവ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, അത് ഇബാദത്താണ്. എല്ലാ സ്തുതിയും അത് അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹു? റബ്ബിൽ ആലമീൻ, ലോകരെ പരിപാലിക്കുന്നവൻ, ലോകരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. ഇവിടെ
അൽഹംദുലില്ലാ, അപ്പൊ ഇബാദത്ത് ആ അള്ളാഹ്ക്കാണ് കൊടുത്തത്. റബ്ബുൽ ആലമീനായ റബ്ബിനാണ് എന്റെ ഹംദ് എന്ന് വന്നപ്പോൾ അൽഹംദ് എന്ന് പറയുന്ന ഇബാദത്തിലില്ല, അത് അള്ളാഹ്ക്ക് മാത്രമാണ്. ആ അള്ളാഹ് ആരാണ്? റബ്ബുൽ ആലമീനാണ്. അപ്പൊ റബ്ബുൽ ആലമീനായ ആ അള്ളാഹു തന്നെയാണ് എന്റെ ഹംദിന്റെ ഉടമയായ എന്റെ മഅബൂദ് എന്ന് മനസ്സിലാക്കണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഈ തെളിവ് പറഞ്ഞത്. വകുല്ലു മാ സിവല്ലാഹി ആലമുൻ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തത് മുഴുവൻ ആലമിൽ പെടും. അള്ളാഹു മാത്രമാണ് ആലമിന് പുറത്തുള്ളത്. അപ്പൊ ആലമിൽ പെട്ടതാണ് മാ സിവല്ലാഹി ആലമുൻ. അള്ളാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളും സൃഷ്ടികളും അതൊക്കെ എന്താണ്? ആലമിലാണ്. അന വാഹിദും മിൻ ദാലിക്കൽ ആലമി, ഞാൻ ആ ആലമിൽപ്പെട്ട ഒരാളാണ്. അപ്പോ ആ ആലമിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞാൽ, ആ ആലമി ലോകരെ സൃഷ്ടിക്കുന്ന, ലോകർ എന്ന് പറഞ്ഞാൽ അല്ലാത്തതൊക്കെ ലോകരാണ്, ആ ലോകരിൽപ്പെട്ട ഒരാളാണ് ഞാന്. അപ്പൊ എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച അള്ളാഹുവിനാണ് എന്റെ ഹംദാവുന്ന ഇബാദത്ത്. ആ റബ്ബാവുന്ന റബ്ബ് തന്നെയാണ് എന്റെ മഅബൂദായ അള്ളയും എന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മളുടെ വിശ്വാസം. ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടു, ബിമ അറഫ്ത റബ്ബക, നിന്റെ റബ്ബിനെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്? ഫഖുൽ, അപ്പോൾ നീ പറഞ്ഞോ, ബി ആയാതിഹി വ മഖ്ലൂഖാതിഹി, അള്ളാഹുവിന്റെ ആയാത്തുകൾ മുഖേനയും അവന്റെ മഖ്ലൂഖാത്ത് സൃഷ്ടികൾ മുഖേനയുമാണ് ഞാൻ എന്റെ റബ്ബിനെ അറിഞ്ഞത്. എന്താണ് ആയാത്ത്? ഏതൊക്കെയാണ്? വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, ഇതൊക്കെ അള്ളാഹുവിന്റെ ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഈ ദൃഷ്ടാന്തങ്ങൾ മുഖേനയാണ് ഞാൻ എന്റെ റബ്ബിനെ അറിഞ്ഞത്. രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നുള്ള റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേനയാണ് ഞാൻ എന്റെ റബ്ബിനെ അറിഞ്ഞത്. അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകൾ ഏതൊക്കെയാണ്? അസ്സമാവാതു സബ്ഉ വൽ അർളൂന സബ്അ വമൻ ഫീഹിന്ന വമാ ബൈനഹുമാ, 7 ആകാശങ്ങളും 7 ഭൂമികളും ആ 7 ഭൂമിയിലും ആകാശത്തിലും ഉള്ളതും അതിന്റെ ഇടയിലുള്ളതുമായ മുഴുവൻ സൃഷ്ടികളും, ആ സൃഷ്ടികളെ നോക്കിയാണ്, ആ സൃഷ്ടികളെ മനസ്സിലാക്കിയാണ് ഞാൻ എന്റെ റബ്ബിനെ അറിഞ്ഞത്. അപ്പോൾ ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ബിമ അറഫ്ത റബ്ബക, നിന്റെ റബ്ബിനെ നീ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫഖുൽ, നീ പറഞ്ഞോ, ബി ആയാതിഹി, അവന്റെ ആയാത്തുകളെ കൊണ്ടും വ മഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളെ മുഖേനയുമാണ് ഞാൻ എന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ ഏതൊക്കെയാണ്? അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ. മഖ്ലൂഖാത്ത് ഏതൊക്കെയാണ്? സമാവാതു സബ്ഉ വൽ അർളൂന സബ്ഉ വമൻ ഫീഹിന്ന വമാ ബൈനഹുമാ. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അതിന്റെ തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞത്, വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഇത് അള്ളാഹുവിന്റെ ആയാത്തിന് തെളിവ് പറഞ്ഞ, ദൃഷ്ടാന്തത്തിന് തെളിവ് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, സൃഷ്ടികളാണ്. അതുകൊണ്ട് ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ, ഈ സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. പിന്നെയോ അവയെ സൃഷ്ടിച്ച മഖ്ലൂഖായ അള്ളാഹുവിന് മഅബൂദ്, അള്ളാഹുവാണ് മഅബൂദ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായ സൂര്യനും ചന്ദ്രനും നിങ്ങൾ ആരാധന കൊടുക്കരുത്. വലാലിൽ ഖമരി വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ആ അള്ളാഹുവിന്റെ ആയാത്തുകളായ സൂര്യനെയും ചന്ദ്രനെയും അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അത് മുഖേനയാണ് നാം റബ്ബിനെ മനസ്സിലാക്കിയത്. ആ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബകുമുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള
ഫീ സിത്തത്തി അയ്യാമിൻ ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين എന്ന് അല്ലാഹു തആല പറയാണ്. എന്ത്? തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. നിങ്ങളുടെ റബ്ബ് എങ്ങനെയുള്ള അള്ളാഹു? അവനാണ് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചത്. അപ്പോ ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച ആ ആകാശവും ഭൂമികളും ഇത് മുഖേനയാണ് ഞാൻ എന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവയെ സൃഷ്ടിച്ച ആ റബ്ബ് തന്നെയാണ് എന്റെ മഅബൂദ്. ആ ഈ സൃഷ്ടികളായ ആകാശങ്ങളോ ഭൂമിയോ മറ്റു അത്ഭുത വസ്തുക്കളോ എന്റെ മഅബൂദ് അല്ലേ അല്ല എന്ന് നാം മനസ്സിലാക്കണം. വറബ്ബു ഹുവൽ മഅബൂദ്. ഇവിടെ റബ്ബ് ഹുവൽ മഅബൂദ്, അവൻ തന്നെയാണ് മഅബൂദ്. ഇവയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബിനെയല്ല, ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ആ റബ്ബ് തന്നെയാണ് മഅബൂദ്. വദ്ദലീലു ഖൗലുഹു തആല യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, എങ്ങനെയുള്ള അള്ളാഹുവാണ്? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചതും. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നല്ലവരായി തീരാൻ വേണ്ടി എന്ന് അല്ലാഹു തആല. അപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്? ജനങ്ങളെ വിളിച്ചിട്ട് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ റബ്ബാണ് നിങ്ങളുടെ മഅബൂദ്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതല്ലാതെ ആ റബ്ബിന്റെ സൃഷ്ടികളെയല്ല. ആ റബ്ബിന്റെ സൃഷ്ടികൾ എത്ര അത്ഭുതമുള്ളവരാണെങ്കിലും, സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ആകാശങ്ങളാണെങ്കിലും, ഇനി അള്ളാഹുവിന്റെ മലക്കുകളാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണെങ്കിലും മറ്റു പുണ്യ പുരുഷന്മാരാണെങ്കിൽ പോലും അവരെയല്ല ആരാധിക്കേണ്ടത്. നിങ്ങളെയും അവരെയും സൃഷ്ടിച്ച ആ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എങ്ങനെയുള്ള റബ്ബാണ്? നിങ്ങളെയാണ് അവൻ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവൻ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നന്നായി തീരാൻ വേണ്ടി എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻതാദാ വഅൻതും തഅലമൂൻ. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല പറയുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, എങ്ങനെയുള്ള റബ്ബാണ്? ഒന്നും കൂടെ അള്ളാഹു പറയുന്നു, ഈ ഭൂമിയെ നിങ്ങൾക്ക് അവൻ വിരിപ്പാക്കി തന്നു. വസ്സമാഅ ബിനാഅ, ആകാശങ്ങളെ നിങ്ങൾക്ക് എടുപ്പാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് അവൻ വെള്ളത്തെ, മഴയെ വർഷിപ്പിച്ചു തന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി, അത് മുഖേന അള്ളാഹു ഫലവർഗങ്ങളെ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് അന്നമായിട്ട്, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ പടച്ചവന് നിങ്ങൾ സമന്മാരെ ആക്കരുതേ. ആ പടച്ചവനോട് കൂടെ മറ്റൊന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുതേ. മറ്റുള്ള വസ്തുക്കളെ അള്ളാഹുവിനോട് കൂടെ ആരാധിക്കരുതേ. വഅൻതും തഅലമൂൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കെ. അള്ളാഹുവാണ് ആകാശ ഭൂമിയെ വിരിപ്പാക്കിയത്, നിങ്ങൾക്കറിയാം. ആകാശങ്ങളെ എടുപ്പാക്കിയത് റബ്ബാണെന്നറിയാം. ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നവൻ അവനാണെന്നറിയാം. ഭൂമിയിൽ നിന്ന് സസ്യസലാദികളെ ഉയർപ്പിച്ച പഴവർഗ്ഗങ്ങളെ ഉണ്ടാക്കി തന്നത് അള്ളാഹുവാണ്, നിങ്ങൾക്കറിയാം. ഇതൊക്കെ എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ഭക്ഷണമായി അള്ളാഹു ഉണ്ടാക്കി തന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അങ്ങനെയുള്ള അള്ളാഹ്ക്ക് നിങ്ങൾ ഒരിക്കലും പങ്കുകാരെ ആക്കരുതേ. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് കാര്യം അറിയാമല്ലോ എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, അൽ ഖാലിഖു ലിഹാദിഹിൽ അശ്യാഇ ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഈ വസ്തുക്കളെയൊക്കെ സൃഷ്ടിച്ച ഖാലിഖ
അവനാണ് ഇബാദത്തിന് മുസ്തഹിക്ക് അർഹനായിട്ടുള്ളവൻ. ആ ഖാലിഖിന്റെ മഖ്ലൂക്കുകളെയല്ല. ആ മഖ്ലൂക്കുകൾ എത്ര അത്ഭുത വസ്തുക്കളാണെങ്കിലും, ആകാശങ്ങളാവട്ടെ, ഭൂമികളാവട്ടെ, ചന്ദ്രനാവട്ടെ, സൂര്യനാവട്ടെ, പുണ്യപുരുഷന്മാരാവട്ടെ, മലക്കുകളാവട്ടെ, അള്ളാഹുവിലേക്ക് അടുത്ത പുണ്യവാന്മാരാവട്ടെ, ബീവിമാരാവട്ടെ, മറ്റു ഖബറുകളാവട്ടെ, എന്തോ ആവട്ടെ, അതിനെയൊന്നുമല്ല ആരാധിക്കേണ്ടത്. ആരാധനക്ക് അർഹൻ ഈ വസ്തുക്കളെ സൃഷ്ടിച്ചവനായ അള്ളാഹു മാത്രമാണ് എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് അദ്ദേഹം പറയുകയാണ്. അൽ ഖാലിഖു ലിഹാദിഹിൽ അശ്യാഇ ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ. ഈ വസ്തുക്കളെ സൃഷ്ടിച്ചവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് അദ്ദേഹം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് ഇബാദത്തുകൾ? വഅൻവാഉൽ ഇബാദത്തില്ലതി അമറല്ലാഹു ബിഹാ. അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഇബാദത്തിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അൽ ഇസ്ലാം വൽ ഈമാൻ, അതുപോലെ തന്നെ വൽ ഇഹ്സാൻ, വമിൻഹു അദ്ദുആഉ വൽ ഖൗഫു വർ റജാഉ വത്തവക്കലു والرغبة والرهبة والخشوع والخشية والإنابة والاستعانة والاستعاذة والاستغاثة والذبح والنذر وغير ذلك من أنواع العبادة التي أمر الله بها كلها لله تعالى. അള്ളാഹു ഇബാദത്തിന് ഒരുപാട് ഇനങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് ഒരുപാട് ഇനങ്ങളുണ്ട്. ഒന്നെന്താണ്? നമ്മുടെ ഇസ്ലാം. നമ്മളൊരു മുസ്ലിമായി എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഇബാദത്താണ്. നമ്മളൊരു മുഅ്മിനായി എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഹ്സാൻ, അതും ഒരു ഇബാദത്താണ്. അതുപോലെ നമ്മുടെ പ്രാർത്ഥന ഇബാദത്താണ്. നമ്മുടെ ഖൗഫ്, ഭയപ്പാട് ഇബാദത്താണ്. നമ്മുടെ ആഗ്രഹം, റജാ ഇബാദത്താണ്. തവക്കുൽ ഇബാദത്താണ്. റഗ്ബത്ത്, റഹ്ബത്ത്, ഖുശൂ, ഭയഭക്തി. അതുപോലെ തന്നെ അൽ ഖശിയത്ത്, ഭയപ്പാട്. ഇസ്തിആന, സഹായതേട്ടവും അഭയതേട്ടവും. അതുപോലെ തന്നെ അറബ്, നേർച്ച. ഇതൊക്കെ ആരാധനകളാണ്. ഈ ആരാധനകൾ മുഴുവനും ലില്ലാഹി തആല, അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. എന്താണ് അതിന് തെളിവ്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് കൂടെ മറ്റൊന്നിനെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുതേ എന്ന് അള്ളാഹു തആല പറയുന്നു. അപ്പോൾ ഇബാദത്ത് എന്ന് പറയുന്ന ഈ ഇനങ്ങൾ, ഇബാദത്തുകളുടെ ഈ ഇനങ്ങൾ മുഴുവനും അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. ഫമൻ സറഫ മിൻഹാ ശൈഅൻ ലിഗൈരില്ലാഹ്. ആരെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഫഹുവ മുശ്രിക്കുൻ കാഫിറുൻ, അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. എന്താണ് അതിന് തെളിവ്? വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. ആരെങ്കിലും അള്ളാഹുവിനോട് കൂടെ മറ്റൊരു ആരാധ്യ വസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, തേടിയാൽ, അവന് യാതൊരു തെളിവുമില്ലാതെയാണ് അവൻ അത് ചെയ്യുന്നത്. അവൻ അങ്ങനെ ചെയ്യുമെങ്കിൽ അവന്റെ ഹിസാബ് പടച്ചവന്റെ കയ്യിലാണ്. അള്ളാഹു അവനെ നോക്കിക്കൊള്ളും. ഒരിക്കലും കാഫിർ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, അദ്ദുആഹു മുഖ്ഖുൽ ഇബാദ. ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥന പോലും പ്രാർത്ഥന ഒരിക്കലും അള്ളാഹുവിനോടല്ലാതെ മറ്റു ശക്തികളോടോ മറ്റു വസ്തുക്കളോടോ ചെയ്യാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് നിങ്ങൾ തേടുക, പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ആരാധന ചെയ്യുന്നതിൽ അഹങ്കരിക്കുന്ന ആളുകൾ അവർ പിന്നീട് നരകത്തിൽ പതിക്കുന്നതാണ് എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇബ്രാഹിം മില്ലത്ത് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇബ്രാഹിം മില്ലത്തിന്റെ വഴികളും അതിന്റെ കാര്യങ്ങളുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
ഹാദാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.